നിൽക്കുന്നു. ദൂരെയാണെങ്കിലും എറിഞ്ഞാ വീഴൂ. എറിഞ്ഞ് നോക്കിയാലോ? എറിയല്ലേ? എറിഞ്ഞ് നോക്കാം. ഇങ്ങോട്ട് വാകല്ലേ. ഓ, അപ്പോൾ ഈ മാങ്ങാണ്ടി കണ്ടപ്പോഴാണ് മനസ്സിൽ ഓരോരോ ആശയങ്ങൾ ഇങ്ങനെ ഉദിച്ചു വന്നത്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ക്രാഫ്റ്റുകളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? നമ്മൾ മാങ്ങാണ്ടികൾ ഇതാണ്ട് ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് വെച്ചാണ് നമ്മൾ പരിപാടി തുടങ്ങാൻ പോകുന്നത്. നമ്മൾ ഇതുകൊണ്ട് ചെറിയ കിളികളെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടന്നാലോ? നമ്മൾ ആദ്യം ഇതുപോലത്തുള്ള 2 മാങ്ങാണ്ടികൾ എടുക്കുകയാണ്. അപ്പം അതിലൊന്ന് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ വെച്ച് നമുക്കൊന്ന് കീറിയെടുക്കണം. രണ്ടായിട്ട് ഇങ്ങനെ സെൻറ്ററിൽ 2ആയിട്ട് കീറിയെടുക്കണം. ഇത് 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളിത് അനുകരിക്കാൻ ശ്രമിക്കേണ്ട, കാരണം ഡേഞ്ചറല്ലേ. കത്തി കൊണ്ട് ഇനി അപകടങ്ങളൊക്കെ ഒന്നും വരുത്തി വെക്കണ്ട. അഥവാ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ മുതിർന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇതിനകത്തുള്ള ഇതൊക്കെ നമുക്കൊന്ന് ഇളക്കി കളയാം. നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ കിളിയുടെ ഒരു ചിറകാണ് വെട്ടിയെടുക്കുന്നത്. ഇത് നമ്മളെ കിളിയുടെ ഉടലും ഇത് നമ്മുടെ കിളിക്ക് വേണ്ടി ചിറകുകളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ 2 എണ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മളിത് ഇങ്ങനെ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ചിറകുകൾ നമുക്ക് ഗമ്മ് വെച്ച് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. 2 ചിറകുകൾ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നീളത്തിൽ ഇതുപോലൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കിളിയുടെ തല റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പീസ് നമ്മൾ വെട്ടിയെടുക്കുന്നത്. ഇനി ഇത് 2ആയിട്ട് മടക്കി ഈ മുൻഭാഗത്തായിട്ട് നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ചെറിയൊരു ചുണ്ടിൻ്റെ ഷേപ്പിൽ ഒരു പീസും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ കിളി സെറ്റായിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് കിളികൾ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കിളികൾക്ക് നമുക്ക് നിറങ്ങൾ കൊടുക്കാം. നിറങ്ങൾ നമ്മൾ മിക്സായിട്ടാണ് കൊടുക്കുന്നത്. മഞ്ഞയും അതുപോലെ തന്നെ പച്ചയും കലർന്ന നിറവും, അതുപോലെ നമ്മൾ ഓറഞ്ച് അങ്ങനത്തുള്ള നിറങ്ങൾ, പിന്നെ നീല, അങ്ങനെ പല നിറങ്ങൾ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ കിളി സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വേറൊരു കിളിക്ക് ഓറഞ്ച് കളർ കൊടുക്കാം. ഓറഞ്ചും മഞ്ഞയും പച്ചയൊക്കെ മിക്സാക്കി നമുക്ക് അതിന് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ കിളികളും പല പല നിറങ്ങൾ കൊടുത്ത് മനോഹരമാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ കിളികൾക്കെല്ലാം നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാത്തിനും നമ്മൾ കളർ കൊടുത്തു. ഓരോ കിളിക്കും ഓരോ കളറാണ് കൊടുത്തുകൊണ്ട് ഇതിന് നമ്മൾ മഞ്ഞയും ഓറഞ്ചും കലർന്നൊരു കളറും കൊടുത്തു. ഇതിന് ഓറഞ്ചും പച്ചയൊക്കെ കലർന്നൊരു കളർ കൊടുത്തു. അതുപോലെ അതിന് നീല കളർ കൊടുത്തു, നീലയും പച്ചയും. അങ്ങനെ നമ്മൾ എല്ലാ കിളികൾക്കും ഓരോരോ കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കിളികളെ നമുക്ക് ഒരു മരത്തിലേക്കൊന്ന് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു മരം സംഘടിപ്പിക്കണം. അപ്പം നമുക്ക് അത് സംഘടിപ്പിച്ചുകൊണ്ട് വരാം. അപ്പോൾ നമുക്ക് ചെറിയൊരു മരക്കുറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മരക്കുറ്റി നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മുടെ കിളികളെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ മരത്തിൻ്റെ കുറ്റി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വാർണിഷ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ മരക്കുറ്റി എല്ലാം അടിപൊളിയായിട്ടുണ്ട്. വാർണിഷൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഞാൻ താണ്ട ഇതുപോലൊരു കൊളുത്ത് സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഭിത്തിയിൽ തൂക്കിയിടുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കൊളുത്ത് ഇവിടെ ഘടിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നമ്മുടെ കിളികളെ ഇതിനകത്തോട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഒരു കിളിയെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ കിളിയെ നമുക്ക് ഇവിടേക്ക് ഒട്ടിക്കാം. അങ്ങനെ നമ്മുടെ കിളികളെയെല്ലാം നമ്മുടെ മരക്കുറ്റിയിൽ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് സംഭവം നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മുടെ മാങ്ങാണ്ടിക്കൂടും ചെറിയൊരു മരക്കഷ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അടിയോട് സെറ്റ് ചെയ്തെടുക്കാം അല്ലേ. ഇനി ഇത് നമ്മുടെ ഭിത്തിയിലൊക്കെ തൂക്കിയിടാനായിട്ട് പറ്റും. അതിനാണ് നമ്മൾ ഈ കൊളുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കിങ്ങനെ തൂക്കിയിടാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കമൻസ് ഒക്കെ ചെയ്യുക, ലൈക്സ് ഒക്കെ ചെയ്യുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു വെറൈറ്റി ഐറ്റമായിട്ട് കാണുന്നവരെ നമുക്ക് ബൈ ബൈ.